ഒരുമിച്ച് നമുക്കായിരിക്കാം. കർത്താവിൻ്റെ മേശ നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ. ദൈവം എല്ലാ ശുശ്രൂഷകളുടെ മേലും ദൈവിക നിയന്ത്രണം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനത്തിൽ നിന്ന് വായിച്ചുവെങ്കിലും ഞാൻ ആ സങ്കീർത്തനത്തിലേക്ക് പ്രവേശിക്കാതെ മറ്റൊരു ദൈവവചനത്തിലേക്ക് ഇന്നത്തെ അല്പനേരത്തെ ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ അതിലേക്ക് തിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 13-ാമത്തെ അധ്യായം അതിൻ്റെ 5 മുതൽ താഴോട്ടുള്ള വേദഭാഗങ്ങളാണ് ഇന്നത്തെ അല്പനേരത്തെ ദൈവവചന ചിന്തനത്തിനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം. ഉൽപ്പത്തി പുസ്തകം 13-ാമത്തെ അധ്യായം 5 മുതൽ താഴോട്ട് അതിൻ്റെ 13 വരെയുള്ള വേദഭാഗങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ ഇന്ന് ഈ വൈകവേളയിൽ ഓർപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം അബ്രഹാമും ലോത്തും വേർപിരിയുന്ന ഒരു സംഭവമാണ് ഇവിടെ വായിക്കുന്നത്. പ്രൈസ് അല്ലോ. ഈ അബ്രഹാമിന് വാസ്തവത്തിൽ മിസ്രൈമിൽ അല്ലെങ്കിൽ മെസ്സപ്പൊട്ടോമിയയിൽ നിന്ന് പുറപ്പെട്ട സമയത്തിന് ശേഷം അല്ലെങ്കിൽ അതിന് തുടർമാനമായി ഒത്തിരി പ്രതിസന്ധികൾ ഈ അബ്രഹാം തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുകയാണ്. അല്ലെങ്കിൽ കനാനിൽ നിന്നും അല്ലെങ്കിൽ തന്നെ ദൈവം അയച്ച സ്ഥലത്ത് നിന്ന് മടങ്ങിപ്പോകുന്ന ആ നിമിഷങ്ങളിലെല്ലാം തനിക്ക് ഒത്തിരി പ്രതിസന്ധികൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ തനിക്ക് നേരിടേണ്ടതായിട്ട് വന്നത് ഈ 13 മുതലുള്ള 13-ാം അധ്യായം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഭാഗത്ത് നമ്മൾ വായിക്കുമ്പോൾ പ്രധാനമായി കാണുന്ന ഒരു വലിയ പ്രശ്നം അബ്രഹാമിനുണ്ടായ ഒരു കോൺഫ്ലിക്റ്റാണ്. ആരുമായിട്ടാണെന്ന് ചോദിച്ചാൽ തൻ്റെ കസിൻ ലോത്തുമായിട്ടുണ്ടായതായ ഒരു വലിയ ഒരു കോൺഫ്ലിക്റ്റാണ് ഈ വേദഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. ഇത് അബ്രഹാമും ലോത്തും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണെങ്കിലും ഇത് അക്ഷരാർത്ഥത്തിൽ ആത്മീയ തലത്തിൽ ഓരോ ദൈവ പൈതലിൻ്റെയും ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളെ ഈ ഒരു വേദഭാഗം എന്ത് ചെയ്യുന്നുണ്ട്? റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. ലോത്തും അബ്രഹാമും തമ്മിലുള്ള പ്രശ്നമാണ് ഈ വേദഭാഗത്തിൽ പ്രതിപാദിക്കുന്നതെങ്കിലും അതിൻ്റെ ആത്മീയ അർത്ഥം ഉൾക്കൊള്ളുന്ന നാം ഓരോരുത്തർക്കും നമ്മുടേതായ ഈ ലോക ജീവിതത്തിൽ അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിൽ നമ്മുടേതായ ജീവിത അനുഭവങ്ങളിൽ നമ്മൾ നേരിടുന്നതായ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, കോൺഫ്ലിക്റ്റുകൾ, അതിനെല്ലാം ഒരു റിയൽ റെപ്രസെൻറ്റേഷനാണ് അബ്രഹാമും ലോത്തും തമ്മിലുണ്ടായ പ്രശ്നം. അങ്ങനെയെങ്കിൽ ഈ വേദഭാഗം അതിനൊരു സൊല്യൂഷൻ കൂടി നമുക്ക് നൽകി തരികയാണ്. എങ്ങനെ ഇങ്ങനെയുള്ള ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ, പ്രശ്നങ്ങളെ, ദുരിതങ്ങളെ, പ്രോബ്ലംസിനെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ കഴിയുമെന്ന് ഈ അധ്യായങ്ങളിൽ അല്ലെങ്കിൽ ഈ വാക്യങ്ങളിൽ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഡീലിംഗ് കോൺഫ്ലിക്ട്സ് വിത്ത് അവർ ലൈഫ്സ്. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെ നേരിടാൻ കഴിയും, എങ്ങനെ അതിനെ അഭിമുഖീകരിക്കാനായിട്ട് കഴിയുമെന്നത് ഞാൻ തിരുവചനത്തിലൂടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്ന്, ഇവിടെ പ്രാരംഭത്തിൽ ഈ അബ്രഹാമിനുണ്ടായ പ്രശ്നം, ദ റിയൽ ട്രബിൾസം പ്രോബ്ലം എന്തായിരുന്നത് നമ്മൾ നോക്കുമ്പോൾ ദ കോസ് ഓഫ് ദ പ്രോബ്ലം അത് വായിക്കുമ്പോൾ പ്രത്യേകിച്ച് അതിൻ്റെ 5-6 വാക്യങ്ങളൊന്ന് വായിക്കാം. 5-ാമത്തെയും 6-ാമത്തെയും വാക്യം ഒന്ന് വായിക്കാം. അബ്രാമിനോട് കൂടെ വന്ന ലോത്തിനും ആടുമാടുകളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു. അവർ ഒന്നിച്ച് പാർപ്പാൻ തക്കവണ്ണം ദേശത്തിന് അവരെ വഹിച്ചുകൂടാഞ്ഞു. സമ്പത്ത് വളരെ ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് ഒന്നിച്ച് പാർപ്പാൻ കഴിഞ്ഞില്ല. ഇവിടെ പ്രോബ്ലം ഉണ്ടായത് വാസ്തവത്തിൽ അബ്രാമിനും അവൻ്റെ കസിനായിരിക്കുന്ന ലോത്തിനും ആടുമാടുകളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു. വാസ്തവത്തിൽ ഇതാണ് അവർക്കുണ്ടായ ഒരു പ്രോബ്ലത്തിൻ്റെ പ്രധാനപ്പെട്ട കോസ് എന്ന് പറയുന്നത്. അവർക്ക് എന്തുണ്ടായിരുന്നു? ആടുമാടുകളും ഒത്തിരി കൂടാരങ്ങളും ഉണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും, വാസ്തവത്തിൽ അബ്രഹാമിനും ലോത്തിനും തനിക്കുണ്ടായ അഭിവൃദ്ധി, സമ്പത്ത്, അനുഗ്രഹം തനിക്കൊരു പ്രോബ്ലമായി തീർന്നുവെന്ന് നമ്മൾ ഒരുപക്ഷെ ഈ വാക്യം വായിക്കുമ്പോൾ നമുക്ക് തോന്നും. വാസ്തവത്തിൽ അതൊരു വലിയ ഫാക്റ്റാണ്. അവരുടെ ജീവിതത്തിൽ എപ്പോഴാണോ സമ്പത്ത് വർദ്ധിച്ചത്,
അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എപ്പോഴാണോ ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടായത്, അത് പിന്നത്തേതിൽ അവർക്കതൊരു പ്രോബ്ലമായും തീർന്നു എന്നത് ഈ വാക്യങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് സമ്പത്ത് വേണ്ട എന്നല്ല, നമുക്ക് പണം വേണ്ട എന്നല്ല, നമുക്ക് അനുഗ്രഹം വേണ്ട എന്നല്ല. മറിച്ച് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണോ ഈ അനുഗ്രഹങ്ങളും ഈ നന്മകളും ഈ സമ്പത്തും നമ്മെ നിയന്ത്രിക്കാനായിട്ട് തുടങ്ങുന്നത്, അപ്പോഴാണ് ജീവിതത്തിലെ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. ആ സമയങ്ങളിലാണ് റിയലി വി ആർ ഫേസിങ് കോൺഫ്ലിക്ട്സ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ ദൈവവൈതലായ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എൻ്റെ ജീവിതത്തിലെ അനുഗ്രഹവും എൻ്റെ ജീവിതത്തിലെ നന്മയും എൻ്റെ ജീവിതത്തിൻ്റെ സമ്പത്തും ഒന്നും എന്നെ എന്ത് ചെയ്യാൻ പാടില്ല, കൺട്രോൾ ചെയ്യാനായിട്ട് പാടില്ല. ഞാൻ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എപ്പോഴാണോ അത് എന്നെ നിയന്ത്രിക്കുന്നത്, എപ്പോഴാണോ അത് എന്നെ നിയന്ത്രിക്കുന്നത്, അത് ജീവിതത്തിൻ്റെ പ്രശ്നമായി മാറുകയാണ്. എപ്പോഴാണോ നമ്മുടെ ജോലി എന്നെ നിയന്ത്രിക്കാൻ തുടങ്ങുന്നത്, നമുക്ക് നമ്മുടെ നന്മകൾ എന്നെ നിയന്ത്രിക്കാൻ തുടങ്ങുന്നത്, അതാണ് ജീവിതത്തിൻ്റെ പ്രശ്നത്തിൻ്റെ തുടക്കം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമുക്ക് ലഭിച്ച ജോലി, നമുക്ക് ലഭിച്ച നന്മ, നമുക്ക് ലഭിച്ച സമ്പത്തിനെ, അതിനെയെല്ലാം എൻ്റെ കൺട്രോളിൽ, എൻ്റെ നിയന്ത്രണത്തിൽ നിർത്താൻ കഴിഞ്ഞാൽ അവിടെ എങ്ങും ഒരു പ്രശ്നമുണ്ടാകുകയില്ല. അപ്പോൾ ഈ രണ്ട് വ്യക്തികൾക്കും പ്രശ്നമുണ്ടായത് അവർക്ക് സമ്പത്ത് വർദ്ധിച്ചതാണ്. അവർക്ക് ആടുമാടുകളും കൂടാരങ്ങളും ഉണ്ടായി. അവർ ഇറങ്ങി പുറപ്പെട്ട നാളിനു ശേഷമായി ധാരാളം സമ്പത്തുകൾ അവർക്ക് വന്നു ചേർന്നപ്പോൾ ഇത് അവരെ നിയന്ത്രിക്കാൻ തുടങ്ങി, ഇതവരെ കീഴ്പ്പെടുത്താൻ തുടങ്ങി, ഇതവരെ അസ്വസ്ഥപ്പെടുത്താൻ തുടങ്ങി. ഇതവരെ നിയന്ത്രിച്ചപ്പോൾ എന്തായി? അവരുടെ ജീവിതത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തതുപോലെയുള്ള സാഹചര്യങ്ങൾ, അത് നമ്മുടെ ജോലി ആയിക്കൊള്ളട്ടെ, നമുക്ക് ലഭിക്കുന്ന പണമായിക്കൊള്ളട്ടെ, നമുക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങളായിക്കൊള്ളട്ടെ, അത് എന്നെ നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ അന്ന് മുതൽ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിലെ കോൺഫ്ലിക്റ്റുകൾ ആരംഭിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല, ദ കോഴ്സ് ഓഫ് ദിസ് പ്രോബ്ലം, ഇതിൻ്റെ ഒരു ദൈർഘ്യം എന്തെന്ന് ചോദിച്ചാൽ, ഇറ്റ് റിമൈൻഡ് അൺറിസോൾവ്ഡ്. ഈ ഒരു പ്രശ്നം എന്ത് ചെയ്തു? വീണ്ടും പരിഹരിക്കാതെ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 7-ാമത്തെ വാക്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്, അബ്രഹാമിൻ്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും ലോത്തിൻ്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടായി. പിന്നെന്താണ്? കനാന്യരും പെരീസ്യരും പ്രൈസ് ദി ലോർഡ് അന്ന് ദേശത്ത് പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് ദീർഘനാളുകൾ, പ്രൈസ് ദി ലോർഡ്, ഇറ്റ് വാസ് an unresolved problem. ഒരു കാലത്തും അത് പരിഹരിക്കാതെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 7-ാമത്തെ വാക്യത്തിൽ വായിച്ചപ്പോൾ ഈ ഇടയന്മാർക്കും, ഈ രണ്ട് അബ്രഹാമിൻ്റെയും ലോത്തിൻ്റെയും ഇടയന്മാർക്ക് ഹല്ലേലൂയ അവരുടെ ജീവിതത്തിലെ ഫോക്കസ്, പ്രൈസ് ദി ലോർഡ്, അവരുടെ ജീവിതത്തിലെ ഫോക്കസ് എന്തായി മാറി? അവരുടെ സ്വന്തത്തിലേക്കായി. അപ്പോൾ നോക്കിക്കേ, ഇവിടെ വായിക്കുമ്പോൾ ഈ ഇടയന്മാർക്ക് തമ്മിൽ കുറച്ച് നാൾ മുമ്പ് വരെ അവർ വളരെ സ്നേഹത്തിലായിരുന്നു, കുറച്ച് നാൾ മുമ്പ് വരെ അവർ വളരെ നല്ല ഐക്യതയിലായിരുന്നു, നല്ല കൂട്ടായ്മയിലായിരുന്നു. എന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ when they became self-centered, അവരിലേക്ക് തന്നെ നോക്കുവാൻ തുടങ്ങിയപ്പോൾ, എൻ്റെ ആടുകൾ നിൻ്റെ ആടുകൾ, എൻ്റെ ഇടയന്മാർ അല്ലെങ്കിൽ എൻ്റെ വസ്തുക്കൾ നിൻ്റെ വസ്തുക്കൾ, എൻ്റേതായ പ്രോപ്പർട്ടി നിൻ്റേതായ പ്രോപ്പർട്ടി എന്ന് അവരിലേക്ക് തന്നെ സ്വയകേന്ദ്രീകൃതമായി നോട്ടം ആരംഭിച്ചപ്പോൾ അവരിൽ പ്രശ്നമുണ്ടാകാനായിട്ട് ഇടയായി തീർന്നു. ഇതൊരു ആത്മീയാർത്ഥത്തിൽ ഞാൻ കാണാൻ കഴിയുന്നത്, ഞാൻ നോക്കുന്നത്, പ്രൈസ് ദി ലോർഡ്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു സെൽഫിഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെൽഫ് സെൻറ്റേർഡ് ആയിട്ടുള്ള നമ്മളിലേക്കുള്ള തന്നെ ചിന്തകൾ വരുമ്പോൾ നമ്മൾ പലപ്പോഴും അറിയാതെ ചില പ്രതിസന്ധികൾ വന്നു ചേരുകയാണ്, അല്ലെങ്കിൽ പ്രതിസന്ധികളിൽ നാം അകപ്പെടുകയാണ്. ക്രിസ്തുവാകുന്ന കേന്ദ്രത്തിൽ നിന്ന്, ക്രിസ്തുവാകുന്ന ഫോക്കസിൽ നിന്ന്, ക്രിസ്തുവാകുന്ന ആ ഒറ്റ നോട്ടത്തിൽ നിന്ന് എൻ്റെ നോട്ടം എന്നിലേക്ക് മാറുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ക്രിസ്തുവിലെ നോക്കുന്നതിന് പകരമായി, ക്രിസ്തുവിലേക്ക് ഞാൻ എൻ്റെ കണ്ണ് പതിപ്പിക്കുന്നതിന് പകരമായി എന്നിലേക്ക് എൻ്റെ നോട്ടം വരുമ്പോൾ, എന്നിലേക്ക് മാത്രം എൻ്റെ ശ്രദ്ധ വരുമ്പോൾ, എന്നിലേക്ക് മാത്രം ഞാൻ ചിന്തിക്കുമ്പോൾ, വാസ്തവത്തിൽ we are entering into a conflict in our life. നമ്മൾ വാസ്തവത്തിൽ ഒരു വലിയ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. So when we detach our focus, when we just turn over our focus from Christ, യേശുവിൽ നിന്ന് മാറി എൻ്റെ നോട്ടം എന്നിലേക്ക് മാറി തിരിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ആരംഭിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ the real problem
ഈ യഥാർത്ഥ പ്രശ്നം എങ്ങനെയാ വന്നതെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഹാപ്പൻഡ് വെൻ ദേ ഹാഡ് എനോർമസ് വെൽത്ത്. അവർക്ക് തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കത്തക്ക നിലയിൽ അവരുടെ നന്മകൾ മാറിയപ്പോൾ അത് അവർക്ക് പ്രശ്നമായി തീർന്നു. രണ്ട്, അവരിലേക്ക് സ്വയകേന്ദ്രീകൃതമായിട്ട് അവർ ചിന്തകൾ, അല്ലെങ്കിൽ when they were able to look towards themselves, സെൽഫ് സെൻറ്റേഡ് ആയിട്ടുള്ള നോട്ടം ഉണ്ടായപ്പോൾ അത് അവർക്ക് പ്രശ്നമായി തീർന്നു. So these are the two problems, troublesome problems that Abraham and Lot happened to entertain in their life. അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഈ രണ്ട് പ്രശ്നങ്ങൾ. എന്നാൽ there is a resolution. ഇതിനൊരു പരിഹാരം അവിടെ ഉണ്ട്. അബ്രഹാമാണ് ആ പരിഹാരത്തിനായിട്ട് മുന്നോട്ട് വരുന്നത്. അവിടെ കാണുന്ന പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അതുകൊണ്ട് അബ്രാം ലോത്തിനോട്, എനിക്കും നിനക്കും എന്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടാകരുതേ, നാം സഹോദരന്മാരല്ലോ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഒരു സമാധാനത്തിൻ്റെ ഒരു അപേക്ഷയുമായിട്ടാണ്, ഒരു റിക്വസ്റ്റുമായിട്ടാണ് അബ്രഹാം വരുന്നത്. ഒരു സമാധാനത്തിൻ്റെ റിക്വസ്റ്റുമായിട്ട് അബ്രഹാം അവരുടെ അടുക്കലേക്ക് വരികയാണ്. അതുകൊണ്ട് അബ്രഹാം പറയുന്നു ലോത്തിനോട്, എനിക്കും നിനക്കും എൻ്റെ ഇടയന്മാർക്കും നിൻ്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടാകരുത്, മറിച്ച് അവിടെ എന്തുണ്ടാകണം? സമാധാനം ഉണ്ടാകണം. ബിക്കോസ് വി ആർ ബ്രദേഴ്സ്, നമ്മൾ സഹോദരങ്ങളല്ലേ, നമ്മൾ സഹോദരങ്ങളല്ലേ. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം ഞാൻ ഇവിടെ വ്യക്തമായി ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്കും ദുരിതങ്ങൾക്കും എല്ലാം ഒരു പരിധിവരെ പരിഹാരം വരുത്താൻ കഴിയുന്നത് എപ്പോഴാണോ നമ്മളിലേക്ക്, നമ്മുടെ നോട്ടത്തിൽ നിന്ന്, നമ്മുടെ ഉള്ളിലെ നോട്ടത്തിൽ നിന്ന് ഒരു കോർപ്പറേറ്റ് ആയിട്ടുള്ള ചിന്തകളിലേക്ക് വരുന്നത്, അന്യോന്യം ബന്ധത്തിലേക്ക് നമ്മൾ വരുന്നത്, അപ്പോഴാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നത്. മാത്രമല്ല ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമായി നമ്മൾ കാണുന്നത്, അവിടെ 8-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെ, 7-ാമത്തെ വാക്യം അവസാനം ഇങ്ങനെയാണ് വായിക്കുന്നത്. ഒന്നുകൂടെ വായിച്ച, അബ്രഹാമിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും ലോത്തിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടായി. അടുത്തത്, കനാന്യരും പെരിസ്യരും തന്നെ അന്ന് ദേശത്ത് പാർത്തിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ അബ്രഹാം ഈ റിക്വസ്റ്റുമായിട്ട് ലോത്തിന്റെ അടുക്കിലേക്ക് വരാനുള്ള കാരണം എന്താണെന്നറിയാമോ? അബ്രഹാം പറഞ്ഞു, നമ്മൾ സഹോദരന്മാരാണ്. മാത്രവുമല്ല, നമ്മൾ ഈ അധിവസിക്കുന്ന ഈ പ്രദേശത്ത് ആരുണ്ട്? കനാന്യരും ഉണ്ട്, പെരിസ്യരുമുണ്ട്. അവരിതൊക്കെ എന്ത് ചെയ്യുക? കണ്ടോണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ തമ്മിൽ വഴക്കുണ്ടാക്കുന്നത്, നമ്മൾ തമ്മിൽ ശണ്ടയിടുന്നത്, നമ്മൾ തമ്മിൽ പിണങ്ങിയിരിക്കുന്നത് ആര് കാണുകയാണ്? ഈ ദേശത്തെ കനാന്യർ കാണുകയാണ്. അതൊരു കാര്യം നമ്മുടെയൊക്കെ ജീവിതത്തിലും പലപ്പോഴും അതിനെ ഒന്ന് തട്ടിച്ചു നോക്കിയാൽ, നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന പരാജയങ്ങൾ, നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന വീഴ്ചകൾ ആര് കണ്ടോണ്ടിരിക്കുകയാണ്? ലോകം കണ്ടോണ്ടിരിക്കുകയാണ്. പലപ്പോഴും നമ്മളത് കാണുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ മാധ്യമങ്ങളും ഇതുപോലുള്ള സോഷ്യൽ മീഡിയകളൊക്കെ ധാരാളം ഉള്ളതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന, വിശ്വാസി മക്കളിൽ ഉണ്ടാകുന്ന പരാജയങ്ങൾ പലപ്പോഴും ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലോകം അത് വലിയ ട്രോളുകളായി, വലിയ മിമിക്സ് ആയിട്ട് പുറത്തോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് അറിയുന്നില്ല. അപ്പോൾ നമ്മളിൽ സംഭവിക്കുന്ന വീഴ്ചകൾ, നമ്മളിൽ സംഭവിക്കുന്നതായ പരാജയം, നമ്മളിൽ ഉണ്ടാകുന്ന പിണക്കങ്ങൾ, നമ്മളിൽ ഉണ്ടാകുന്നതായ ദോഷകരമായ വിഷയങ്ങൾ ആര് കാണുന്നുണ്ട്? പുറലോകം കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സാക്ഷ്യം എന്തായി മാറുന്നു? നമ്മൾ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ, നിങ്ങളുടെ യേശുവിനെ ഞങ്ങൾ ഒത്തിരി കണ്ടിട്ടുണ്ടെന്ന് ആളുകൾ പറയും. നമ്മൾ കർത്താവിന്റെ വചനവുമായി സാക്ഷ്യവുമായി ചെല്ലുമ്പോൾ, നിങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടെന്ന് ലോകം നമ്മെ നോക്കി പറയും. അപ്പോൾ ഈ അബ്രഹാം ഒരു സമാധാനത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതിന്റെ 1-ാമത്തെ കാര്യം, തൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായി, നമ്മൾ സഹോദരങ്ങളാണ്. മാത്രവുമല്ല, ദേശം നമ്മെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറയുന്നത്, ഞങ്ങൾ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നു, ഞങ്ങൾ സത്യദൈവത്തെ ആരാധിക്കുന്നു, ഞങ്ങൾ ഇസ്രായേലിന്റെ ദൈവം ഏറ്റവും ശ്രേഷ്ഠനായ ദൈവമാണെന്ന് വിശ്വസിക്കുന്നു, പറയുന്നു. എന്നാൽ കനാന്യരെ നോക്കുമ്പോൾ, നിങ്ങൾ ഈ പിണങ്ങിയിരിക്കുന്നവന്റെ ദൈവമാണോ യഥാർത്ഥ ദൈവം? നിങ്ങൾ ഈ അന്യോന്യം ശണ്ടയിടുന്നവന്റെ ദൈവമാണോ നല്ല ദൈവം എന്ന് നിങ്ങൾ പറയുന്നതെന്ന് ഈ കനാന്യരും പെരിസ്യരും നോക്കി അബ്രഹാമിനെ നോക്കി തിരിച്ചു പറയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നമ്മുടെ ചുറ്റുപാടുമുള്ളവർ നമ്മെ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ള വലിയ ബോധ്യം നമുക്ക് വേണം.
മാത്രമല്ല പിശാചു നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്? കാണുന്നുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു വീഴ്ച നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, പാപം ചെയ്യുമ്പോൾ, ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ആര് നോക്കുന്നുണ്ട്? പിശാചു നമ്മെ വന്ന് വാച്ച് ചെയ്യുകയാണ്. പിശാചു നമ്മളോട് പറയും, കണ്ടില്ലേ കണ്ടില്ലേ നിനക്ക് പരാജയം പറ്റി, കണ്ടില്ലേ നിനക്കൊരു വീഴ്ച പറ്റി എന്ന് പിശാചു നമ്മെ എന്ത് ചെയ്യുകയാണ്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നോക്കി നമ്മെ കുറ്റം വിധിക്കുകയാണ്. സോ ഹല്ലേലൂയ, ഈ അബ്രഹാമിന്റെ ഒരു വലിയ റിക്വസ്റ്റ്, നമ്മൾ സഹോദരങ്ങളാണ്, മാത്രമല്ല ദേശത്തുള്ളവരെല്ലാം നമ്മെ വീക്ഷിക്കുന്നുമുണ്ട്, അതുകൊണ്ട് നാം ഒരു സമാധാനത്തിലേക്ക് വരണമെന്ന് അബ്രഹാം പറഞ്ഞു. മാത്രമല്ല റെസൊല്യൂഷന്റെ രണ്ടാമത്തെ കാര്യം അബ്രഹാം ചെയ്തത്, there it involved a price for peace. ഒരു വില കൊടുക്കാൻ അബ്രഹാം തയ്യാറായി എന്നതാണ് അടുത്ത കാര്യം. അതിന്റെ 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അബ്രഹാം പറയുകയാണ്, ഒന്ന് വായിച്ചാട്ട്. ദേശമെല്ലാം നിന്റെ മുമ്പാകെ ഇല്ലയോ? എന്നെ വിട്ടുപിരിഞ്ഞാലും നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കൊടുക്കണമെങ്കിൽ, ജീവിതത്തിന്റെ കോൺഫ്ലിക്ട്സിന് ഒരു പരിഹാരം വരുത്തണമെങ്കിൽ, there should be a price paid for that. അതിനുവേണ്ടി വില കൊടുക്കാനായിട്ട് കഴിയണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ അബ്രഹാം കൊടുത്ത വില എന്താണ്? നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട്. ഇവിടെ നോക്കിക്കേ, റൈറ്റ്ഫുള്ളി പ്രൈസ് ദി ലോർഡ്, അബ്രഹാമിനാണ് സകലതും നേടാൻ കഴിയുന്നത്. ആസ് പെർ ദ ട്രഡീഷൻ, മൂത്തവനായിരിക്കുന്ന അല്ലെങ്കിൽ എൽഡർ ആയിരിക്കുന്ന ഈ അബ്രഹാമിന് വേണമെങ്കിൽ സകലതും തൻ്റെ കൂടെ നിർത്താം, തൻ്റെ കൂടെ കൊണ്ടുപോകാം. അതിനുള്ള സകല അധികാരവും അവൻ്റെ പ്രമാണം, അവൻ്റെ ട്രഡീഷൻ അവനെ അനുവദിക്കുന്നുണ്ട്. എന്നാൽ ഒരു പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുവാൻ അബ്രഹാം ഒരു വില കൊടുത്തു, ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി, ഒരു വില കൊടുക്കാൻ തയ്യാറായി. എപ്പോഴാണോ നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്ക് നമ്മൾ ഒരു പ്രൈസ് പേ ചെയ്യാൻ തയ്യാറാകുന്നത്, അന്നാണ് വാസ്തവത്തിൽ ദൈവം നമുക്ക് വേണ്ടി ഹല്ലേലൂയ അനുകൂലമായി നിൽക്കുന്നത്. ഇവിടെ നോക്കിക്കേ, അബ്രഹാം എന്ത് ചെയ്തു? അബ്രഹാം അത് നിമിത്തമായി ഹല്ലേലൂയ പരാജയപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നില്ല. അബ്രഹാം അത് നിമിത്തമായി തന്റെ അനുഗ്രഹം കുറഞ്ഞു പോയതായിട്ട് കാണുന്നില്ല. അബ്രഹാം ഒരു വില കൊടുക്കാൻ തയ്യാറായപ്പോൾ ദൈവം അവനെ മാനിച്ചു. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം എന്താ ചെയ്തത്? അവനോട് പറഞ്ഞു, നീ വലത്തോട്ടാ പോകുന്നെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോകാം, നീ ഇടത്തോട്ടാണ് പോകുന്നെങ്കിൽ ഞാൻ വലത്തോട്ട് പോകാം, നിനക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് നിനക്ക് പോകാമെന്ന് പറഞ്ഞു. ജീവിതത്തിൽ ചിലത് വിട്ടുവീഴ്ച ചെയ്യാൻ, ചിലത് ഗിവ് അപ്പ് ചെയ്യാൻ, ചിലത് വേണ്ട എന്ന് വെക്കാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ഇടയായി തീരണം. അപ്പോൾ തന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, വിട്ടുവീഴ്ച എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ കോംപ്രമൈസ് വിത്ത് ദ ട്രൂത്ത്. സത്യത്തിന്റെ മുമ്പിൽ വിട്ടുവീഴ്ച പാടില്ല. പ്രൈസ് ദി ലോർഡ്. നാം വിശ്വസിക്കുന്ന സത്യത്തെ ഒരിക്കലും ബലിയാടാക്കാൻ പാടില്ല. എന്നാൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില തിക്തമായ അനുഭവങ്ങൾ, അതിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നല്ല കാര്യം എന്ന് പറയുന്നത് നമ്മൾ അതിനു വേണ്ടി ഒരു വില കൊടുക്കാൻ തയ്യാറാകുക. പ്രൈസ് ദി ലോർഡ്. ലോകം നമ്മെ കാണുന്നുണ്ടെന്നുള്ളത് നാം വീക്ഷിക്കണം. ഹല്ലേലൂയ. നമ്മുടെ തലമുറകൾ നമ്മെ കാണുന്നുണ്ടെന്ന് വീക്ഷിക്കണം. നമ്മുടെ അടുത്ത തലമുറ നമ്മെ വാച്ച് ചെയ്യുന്നുണ്ടെന്നുള്ളത് വീക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കുഞ്ഞുങ്ങളോട് സ്നാനപ്പെടുവാൻ നമ്മൾ പറയുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളോട് ഹല്ലേലൂയ അവർ കർത്താവിനെ അംഗീകരിച്ച് ജീവിക്കാനായിട്ട് പറയുന്നു. അവരോട് നാം സരുപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. എന്നാൽ ഒരു കാര്യം ഓർക്കണം, ഇവരോട് പറയുമ്പോഴും അവർ നമ്മെ നന്നായി വാച്ച് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. നമ്മെ നന്നായി ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. അവർ നമ്മെ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. അത് രണ്ടാമത്തെ കാര്യം ഇവിടെ അബ്രഹാം ചെയ്തത്, താൻ ഒരു വലിയ വില കൊടുക്കുവാനായിട്ട് തയ്യാറായി. ഇറ്റ് ഇൻവോൾവ്ഡ് giving a price, but it was not a compromise for his faith. അവൻ്റെ വിശ്വാസത്തെ അല്ല അവൻ കോംപ്രമൈസ് ചെയ്തത്, മറിച്ച് ആ പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാനായി താൻ ഒരു വലിയ വില കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. മാത്രമല്ല അബ്രഹാമിന് ഈ വില കൊടുക്കുമ്പോഴും he was very sure about what God has promised to him. അവനോട് അവനുമേൽ ദൈവം കൊടുത്ത വാഗ്ദത്തം എന്താണെന്ന് അവന് നന്നായി ബോധ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി, നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് എന്ത് ചെയ്തു? അരുളി ചെയ്തു. ആരാ പറഞ്ഞത്? ദൈവമാണ് പറഞ്ഞതെങ്കിൽ അബ്രഹാമിനറിയാം, ലോത്ത് വലത്തോട്ട് പോയാലും ഇടത്തോട്ട് പോയാലും ദൈവം എനിക്ക് വെച്ചിട്ടുള്ള നന്മകളിൽ നിന്ന്
നിന്ന്, ദൈവം എനിക്ക് വെച്ച വാഗ്ദത്തത്തിൽ നിന്ന് ദൈവം മാറിപ്പോകത്തില്ലെന്ന് അബ്രഹാമിന് തന്നെ നല്ല ബോധ്യമുണ്ടായിരുന്നതുകൊണ്ട് he was ready to give up, he was ready to pay a price because he had a promise before him. Praise the Lord. It involved a promise for Abraham. Hallelujah. അതുകൊണ്ടാണ് തനിക്കൊരു പരിഹാരം ഉണ്ടാകാൻ, തനിക്കൊരു റെസൊല്യൂഷൻ ഉണ്ടാകാൻ, ഈ കോൺഫ്ലിക്റ്റിന്റെ മുമ്പിൽ തനിക്കൊരു പരിഹാരം ഉണ്ടാക്കാനായിട്ട് അബ്രഹാമിന് കഴിഞ്ഞതിന്റെ വസ്തുത എന്തെന്ന് ചോദിച്ചാൽ അവനൊരു കാര്യം മനസ്സിലായി. അവൻ വേണ്ടി സമാധാനത്തിന്റെ കാര്യം അന്വേഷിക്കാനായി, സമാധാനത്തിന് വേണ്ടി അവൻ ഇറങ്ങി പുറപ്പെടണം എന്നുള്ളത് അവന് ബോധ്യപ്പെട്ടു. 2, അവനൊരു വില കൊടുക്കണമെന്ന് അവന് ബോധ്യപ്പെട്ടു. 3, അവന് വലിയൊരു വാഗ്ദത്തമുണ്ടെന്ന് അവൻ അറിയാം. He knows that there is a promise for me. ഈ ലോകത്തിൽ ഹല്ലേലൂയ അല്പം നന്മയ്ക്ക് വേണ്ടി ഞാനൊരു പ്രശ്നത്തിൽ അകപ്പെടുന്നതിനെക്കാട്ടിലും എനിക്കൊരു വാഗ്ദത്തമുണ്ട്. I have a promise. എനിക്ക് വലിയൊരു വാഗ്ദത്തമുണ്ട്. So I am ready to give up. I am ready to pay a price. അതുകൊണ്ട് ഞാനൊരു ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ്. കാരണം എനിക്ക് ശ്രേഷ്ഠമായ ഒരു വാഗ്ദത്തം കിടപ്പുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം പലപ്പോഴും ആ വാഗ്ദത്തത്തെ നോക്കാതെ, ആ വാഗ്ദത്തത്തെ തിരിച്ചറിയാതെ ഈ ലോകത്തെ ചില പ്രശ്നങ്ങളിൽ നാം ഇങ്ങനെ ഉലഞ്ഞു നടക്കുകയാണ്. ആ വാഗ്ദത്തം പലപ്പോഴും നമ്മൾ മറന്നുപോയിട്ട് നമ്മൾ ഈ ലോകത്തിലെ പ്രശ്നങ്ങളിൽ നമ്മൾ ഇങ്ങനെ വലഞ്ഞു നിൽക്കുകയാണ്. എന്നാൽ ദൈവാത്മാവ് ഇന്ന് നമ്മളോട് പറയുന്നത്, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരണോ, നമുക്ക് നോക്കാം. നമുക്കൊരു വാഗ്ദത്തം നൽകിയിട്ടുണ്ട്. ആ വാഗ്ദത്തം തന്ന ദൈവത്തെ നമുക്ക് നോക്കാം. Praise the Lord. അപ്പോൾ അബ്രഹാമിന്റെ റെസൊല്യൂഷൻ, ഹല്ലേലൂയ, ഇറ്റ് വാസ് എ ഗുഡ് പ്രപ്പോസൽ. എന്താണ്? അവൻ ഹല്ലേലൂയ ഒരു സമാധാനത്തിനായി പുറപ്പെട്ടു. സമാധാനത്തിനായി താൻ ചിലത് നഷ്ടപ്പെടുത്താൻ തയ്യാറായി. സമാധാനത്തിനായി താൻ തൻ്റെ മേലുള്ള വാഗ്ദത്തത്തെ കൂടുതൽ മുറുകെ പിടിക്കാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ അവസാനം ഈ ലോത്തിന് എന്താ സംഭവിച്ചത്? നമുക്ക് അതുകൂടെ നോക്കണമല്ലോ. അവസാനം താഴോട്ട് വായിച്ചു വരുമ്പോൾ ഹല്ലേലൂയ ലോത്തിന് സംഭവിച്ച there is a tragic plan for what happened to Lot. ലോത്ത് ഇടത്തോട്ടും വലത്തോട്ടുമൊക്കെ നല്ല നീരോട്ടമുള്ളതൊക്കെ നോക്കി താൻ പോയെങ്കിലും തനിക്കുണ്ടായ ഏറ്റവും അപകടകരമായ ഒരു പ്ലാൻ ഉണ്ട്. അതാണ് 10ാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിക്കുന്നത്. 10ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. വായിച്ചാട്ടെ. അപ്പോൾ ലോത്ത് നോക്കി യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു. യഹോവ സോദോമിനെയും ഗൊമോറയെയും നശിപ്പിച്ചതിന് മുമ്പേ അത് യഹോവയുടെ തോട്ടം പോലെയും സോവാർ വരെ മിസ്രയീം ദേശം പോലെയുമായിരുന്നു. അപ്പോൾ ലോത്ത് നോക്കിയപ്പോൾ യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും നല്ല നീരോട്ടമുള്ളതാണ്. എന്നാൽ ഇത് യഹോവ സോദോമിനെയും ഗൊമോറയെയും നശിപ്പിക്കുന്നതിന് മുമ്പ് അത് യഹോവയുടെ തോട്ടം പോലെയുള്ള സ്ഥലമായിരുന്നു. സോ ലോട്ട് വാസ് ലിവിങ് ലുക്കിംഗ് ബൈ ദ സൈറ്റ്. അവന്റെ കാഴ്ചയ്ക്ക് കണ്ട അനുഗ്രഹത്തിന്റെ പുറകെയാണ് ലോത്ത് പോയത്. ഹി വാസ് ലിവിങ് ഔട്ട് ഓഫ് എ സൈറ്റ്. അവൻ ഹല്ലേലൂയ കാഴ്ച കണ്ടിട്ട്, അല്ലെങ്കിൽ അവന്റെ മുൻപിലുള്ള ദൃശ്യമായ കാഴ്ചകൾ കണ്ടിട്ടാണ് ലോത്ത് ജീവിതത്തെ ഹല്ലേലൂയ വിലയിരുത്തിയത്. ഹല്ലേലൂയ ഹവ്വയ്ക്കും ആദാമിനും എന്താ പറ്റിയത്? ഹവ്വയ്ക്കും അതാണ് പറ്റിയത്. ആ പഴം നല്ല രസമുണ്ട് കാണാൻ. ആ കാഴ്ചയാണ് തന്നെ പാപത്തിലേക്ക് വഴുതി വീഴ്ത്തുവാനിടയായി തീർന്നത്. ആ കാഴ്ചയാണ് തന്നെ പാപത്തിലേക്ക് വീഴ്ത്തിയത്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പകൽക്കാലവും നമ്മുടെ മുമ്പിലേക്ക് വരുന്ന പല കാഴ്ചകളാണ് ഒരു മനുഷ്യനെ തെറ്റിച്ചു കളയുന്നത്. പലപ്പോഴും പിശാച് നമ്മെ തൻ്റെ വലയിൽ വീഴ്ത്താനായി പല മോഹന വാഗ്ദാനങ്ങൾ നൽകി, പല കാഴ്ചകൾ നൽകി നമ്മെ വീഴ്ത്തുവാനായിട്ട് ശ്രമിക്കും. മാത്രമല്ല, ലോത്തിന് പറ്റിയ പരാജയം അതിൻ്റെ 11ാമത്തെ വാക്യം നോക്കുമ്പോൾ ഇന്നേം കാണുന്നത് ഇങ്ങനെയാണ്. അവൻ എന്ത് ചെയ്തു? സ്വന്തത്തിലേക്കാണ് നോക്കിയത്. അബ്രഹാമിനെ നോക്കിയില്ല. അബ്രഹാമിന് നീരോട്ടുള്ള പ്രദേശം വേണമെന്ന് ലോത്ത് ചിന്തിച്ചില്ല. അവൻ സ്വയത്തിലേക്ക് നോക്കിയത് കൊണ്ട് വീണ്ടും അവന് പരാജയമുണ്ടായി. എന്നാൽ വാഗ്ദത്തം പ്രാപിച്ചാൽ അബ്രഹാമിന് ഒന്നിനും ഒരു കുറവ് സംഭവിച്ചില്ല. അവനെ ദൈവം മാനിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവസാനമായി അതിന്റെ 12, ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നു. 12 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ശാപഗ്രസ്തമായി തീർന്ന, ഒരിക്കലും അനുഗ്രഹം പ്രാപിക്കാതിരുന്ന സോദോമിൽ പോയി ലോത്ത് പാർക്കുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പൊ നോക്കിക്കേ,
കണ്ണിന് കാണാൻ കൊള്ളാവുന്നത് തെരഞ്ഞെടുത്തത്. പ്രൈസ് ദി ലോർഡ്. കണ്ണിന് കാണാവുന്നത് തെരഞ്ഞെടുത്ത ലോത്തിന് പരാജയമുണ്ടായി. എന്നാൽ ജീവിതത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായ, ജീവിതത്തിൽ ഹല്ലേലൂയ ചിലത് വേണ്ട എന്ന് വെക്കാൻ തയ്യാറായ, ജീവിതത്തിൽ സമാധാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചവൻ, ജീവിതത്തിൽ വാഗ്ദത്തം നോക്കിയവന് ദൈവം ഒരു പരാജയവും വരുത്തിയില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ രാത്രികാലം ഹല്ലേലൂയ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല പ്രതിസന്ധികൾ ഉണ്ടായെന്ന് വന്നേക്കാം, പല പ്രശ്നങ്ങളിൽ നാം അകപ്പെട്ടെന്ന് വന്നേക്കാം. എന്നാൽ കാഴ്ചയാൽ കാണുന്നതല്ല അതിന് പരിഹാരം. നമുക്ക് ദൈവം ഒരു വാഗ്ദത്തം നൽകിയിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു വിടുതൽ തരുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മുന്നിലുള്ള കാഴ്ചയല്ല, നമ്മുടെ മുന്നിലുള്ള വസ്തുതകളല്ല, നമ്മുടെ അനുഗ്രഹത്തിന്റെ നിദാനം നമുക്ക് വാഗ്ദത്തം തന്ന ആ ദൈവത്തെ നോക്കി ജീവിപ്പാനിടയാകട്ടെ. Praise the Lord. Hallelujah. അതിനുവേണ്ടി പലപ്പോഴും നമ്മൾ പലതിനെയും കോംപ്രമൈസ് ചെയ്യാറില്ലേ? നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവം തരാൻ ഉദ്ദേശിക്കുന്ന ദൈവിക നന്മകൾക്ക് വേണ്ടി ഈ ലോകത്തിലെ പലതുമായിട്ട് നാം കോംപ്രമൈസ് ചെയ്യാറില്ലേ? എന്നാൽ നോക്കിക്കേ, അബ്രഹാം വിശ്വാസികളുടെ പിതാവായി അറിയപ്പെടുവാൻ ഇടയായി തീർന്നത്, ഹല്ലേലൂയ ബഹുജാതികളുടെ പിതാവായി തീരുവാൻ ഇടയായി തീർന്നത്, അവന് പകർന്നതായ ആ പ്രത്യാശ, അവന് പകർന്നതായ ആ വാഗ്ദത്തത്തെ അവൻ നോക്കി മുന്നോട്ട് ജീവിപ്പാനായിട്ട് ഇടയായി തീർന്നു. അവന്റെ മുന്നിൽ വന്ന കാഴ്ചകൾ അവനക്ക് പ്രധാനമല്ലായിരുന്നു. യോർദാൻ പ്രദേശത്തെ നീരോട്ടം അല്ലെങ്കിൽ അബ്രഹാമിന് പ്രധാനപ്പെട്ട വിഷയമല്ലായിരുന്നു. അവൻ നോക്കിയത് ദൈവം പറഞ്ഞ വാഗ്ദത്തത്തെയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ രാത്രികാലം എൻ്റെ വാക്കുകളെ ഞാൻ ഇവിടെ ഉപസംഹരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ നമുക്ക് പല പ്രശ്നങ്ങൾ ഉണ്ടാകാം. വി ആർ ഹല്ലേലൂയ entangled to enter into different kinds of conflicts. എന്നാൽ ദൈവം ആ കോൺഫ്ലിക്റ്റിന്റെ മധ്യത്തിൽ അബ്രഹാം ചെയ്ത മാതൃക, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിനു വേണ്ടിയുള്ള നല്ല അപ്രോച്ച് ഹല്ലേലൂയ അബ്രഹാം തിരഞ്ഞെടുത്തു. അതിനുവേണ്ടി ചിലത് പ്രൈസ് കൊടുക്കാൻ, ചിലത് വില കൊടുക്കാനായി അബ്രഹാം തയ്യാറായി. മാത്രവുമല്ല, തൻ്റെ നോട്ടം ദൈവത്തിന്റെ വാഗ്ദത്തത്തിലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ വാഗ്ദാനം എന്ന് പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, അവന്റെ ഓമനകുമാരനായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് ലഭിക്കുന്നതായ രക്ഷയാണ്. ദ ഗ്രേറ്റസ്റ്റ് പ്രോമിസ് ദാറ്റ് എവർ ഗോഡ് ക്യാൻ ഗിവ് ടു അവർ ലൈഫ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നന്നതായ ഏറ്റവും ഗ്രേറ്റസ്റ്റ് പ്രോമിസ് എന്ന് പറയുന്നത് എനിക്ക് ലഭിച്ച രക്ഷയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം പറഞ്ഞു, തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുവാൻ ഹല്ലേലൂയ ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. എങ്കിൽ തന്നെയും ദൈവം ഒരു കാര്യം നമുക്ക് ഉറപ്പ് വരുത്തിയിട്ടുള്ളത്, പ്രൈസ് ദി ലോർഡ്, അവനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്ന ഒരുവന്, പ്രൈസ് ദി ലോർഡ്, ഈ ലോകത്തിൽ അവൻ കടന്നുപോയ പാപത്തിൽ നിന്ന് ദൈവം അവന് മോചനം നൽകുകയാണ്. നാം എത്രയോ വലിയ പാപത്തിലൂടെ കടന്നുപോയവരാണ്. ഒരുപക്ഷെ നമ്മൾ അറിയുന്നില്ല. ദിവസവും എത്ര കണക്കിന് പാപമാണ് നമ്മുടെ അധരങ്ങളിലൂടെ, നമ്മുടെ കരങ്ങളിലൂടെ, നമ്മുടെ ചിന്തകളിലൂടെ കടന്നു പോകുന്നത്. എന്നാൽ ഹല്ലേലൂയ സകല പാപത്തെയും നീക്കുവാൻ, സകല പാപത്തെയും ഹിമം പോലെ വെളുപ്പിക്കുവാനായി ഹല്ലേലൂയ കാൽവറി ക്രൂസിൽ അവൻ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടത്. That is the ever greatest promise that God can offer for us. ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിച്ച രക്ഷയാണ് ഏറ്റവും വലിയ വാഗ്ദാനം. ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കുന്ന നന്മയോ, ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കുന്ന ജോലിയോ, ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കുന്നതായ ശമ്പളമോ, ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കുന്ന വാഹനമോ വീടോ ഒന്നുമല്ല. The greatest promise that God is offering for us, you are ready to redeem, you are ready to receive your salvation. Praise the Lord. നമുക്ക് രക്ഷപ്പെടാൻ പറ്റി, നമുക്ക് രക്ഷ ദൈവം ഓഫർ ചെയ്തു. നമുക്ക് രക്ഷിക്കപ്പെടുവാൻ ദൈവം അവസരം തന്നു. ഇതിനപ്പുറത്ത് ഒരു വലിയ ഓഫർ ദൈവത്തിന് തരാനില്ല. ഈ താണഭൂമിയിൽ വന്ന് എന്റെയും നിങ്ങളുടെയും പാപങ്ങളെ വഹിച്ചുകൊണ്ട് നമ്മൾ ചെയ്തതായ പാപത്തിന്റെ പ്രവൃത്തികൾക്ക് അവൻ തന്റെ ശരീരത്തെ തകർത്ത് അവൻ തന്റെ മകനെ, ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് നൽകി തന്ന് ഹല്ലേലൂയ നമ്മെ വീണ്ടെടുത്തതിനപ്പുറത്ത് ഒരു വലിയ വാഗ്ദാനം നമുക്കില്ല പ്രിയപ്പെട്ടവരെ. Praise the Lord. He paid a great price for us. Hallelujah. Not by the sight. കാഴ്ചയാലേ അല്ല, വിശ്വാസത്താലേ. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം നോക്കിയപ്പോഴും യോർദാൻ പ്രദേശം നീരോട്ടമുള്ളതാണെന്ന് എനിക്കറിയാമായിരുന്നു. Hallelujah. But he has not seen something through his sight, but he was looking through the faith. വിശ്വാസ കണ്ണുകൾ കൊണ്ട് താൻ കാണുകയായിരുന്നു. ഇന്ന് രാത്രികാലവും പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുന്നത്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമ്മൾ കാണുന്ന കാഴ്ചയാലേ അല്ല, വിശ്വാസ കണ്ണുകൾ കൊണ്ട് ആ പ്രത്യാശയെ കാണുവാനായി, കർത്താവിന്റെ ജീവിതത്തിൽ ചെന്നതായ ആ വലിയ ദൈവിക പ്രവൃത്തിയെ കാണുവാനായി എത്ര പേർക്ക് രാത്രികാലം തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് കഴിയും?
ഈ കർത്താവിന്റെ മേശയുടെ ശുശ്രൂഷയിലേക്ക് നാം ഹല്ലേലൂയ അതിലേക്ക് പ്രവേശിക്കാനായിട്ട് നാം പോവുകയാണ്. അങ്ങനെയെങ്കിൽ കർത്താവ് എനിക്ക് തന്ന ഏറ്റവും വലിയ പ്രോമിസിനെ ഞാൻ ഇന്ന് ഈ പകൽക്കാലം മുറുകെ പിടിക്കുമെന്ന് ദൈവത്തോട് നമുക്ക് പറയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ പല കുഞ്ഞുങ്ങൾ അടുത്ത ദിവസങ്ങളിൽ സ്നാനപ്പെടുവാനായിട്ട് നിങ്ങൾ ആ താല്പര്യത്തോടെയും ആഗ്രഹത്തോടെയും, ചിലർ അതിനു വേണ്ടി ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയാതെ ഇരിക്കുന്നവരുണ്ട്. എന്നാൽ ഇന്ന് രാത്രികാലം പ്രൈസ് ദി ലോർഡ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, this was the greatest offer that God has given to your life. Praise the Lord. ഒന്നും ചെയ്യാൻ ദൈവം ആവശ്യപ്പെട്ടില്ല. God never demanded that you need to pay for it, you need to work for it, you need to do a hard work for it, but just simply believe that Jesus Christ has died for my sin. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി യേശു മരിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ, that is the moment that you receive this promise. Hallelujah. ഈ വാഗ്ദാനം നിങ്ങൾ സ്വീകരിക്കുന്ന, സ്വായത്തമാക്കാനായിട്ട് ഒറ്റ ഉപാധി, ദൈവത്തെ, യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുക. Praise the Lord. That is the one demand that God has made. Praise the Lord. പ്രിയ കുഞ്ഞുങ്ങൾ, സ്നാനത്തിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനിലൊക്കെ നിങ്ങൾക്ക് വേണ്ടി നല്ല വിശദമായിട്ട് ഞാൻ ആ കാര്യങ്ങൾ പറയാൻ മറ്റൊരു അവസരം ഉപയോഗിക്കുന്നതാണ്. എന്നാൽ പ്രൈസ് ദി ലോർഡ്, ഞാൻ ഇപ്പോൾ ഈ തരുണത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, the greatest offer that you may receive in this world, it is not that you got a good grade, it is not that you completed your particular classes, your exams. Praise the Lord. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടി എന്നുള്ളതല്ല. The greatest offer that you can ever imagine and receive is God has delivered salvation for you. God has given his only begotten son, the love that he has been extended for you. ദൈവം നിങ്ങളോട് കാണിച്ച സ്നേഹത്തിന്റെ മുമ്പിൽ there is nothing that God can offer more than that. നമ്മൾ പലപ്പോഴും, കർത്താവ് എനിക്കിത് തരണമേ, എനിക്ക് പഠിക്കാൻ ബുദ്ധി തരണമേ, എനിക്ക് പരീക്ഷയ്ക്ക് ജയിക്കാൻ സഹായിക്കണമേ, this is all that God gives, but the very good thing, the very greatest thing that God has given to you is an offering of his son, just to redeem ourselves. നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിക്കാനായി. If you are still rebellious to that offering, praise the Lord, if you are still doubting to that particular offering, ദൈവം നമുക്ക് വേണ്ടി തന്നതായ ആ വലിയ പ്രോമിസ് ഇപ്പോഴും നമ്മൾ സംശയത്തോടാണ് കാണുന്നതെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, it may be a good time that you can surrender your life. ദൈവം മുമ്പാകെ നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് സമർപ്പിച്ചിട്ട്, കർത്താവേ, I love you Lord, ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനായി, എന്നെ രക്ഷിക്കുവാനായി. Hallelujah. You just gave your life only to redeem me, എന്നെ രക്ഷിക്കാനായി. ആ ദൈവം മുമ്പാകെ എത്ര പേർക്ക് ഇന്ന് നിങ്ങളുടെ ഹൃദയങ്ങളെ ഒന്ന് പകർന്നു കൊടുക്കാനായിട്ട് കഴിയും? ചില നിമിഷങ്ങൾ ധ്യാനത്തോടെ ദൈവസന്നിധിയിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം.